കഴിഞ്ഞ ദിവസം ബർത്ത് വില്ലേജിൽ ഒരു ലേബർ നടക്കുകയാണ്. അപ്പോൾ ബർത്ത് വില്ലേജിൽ ലേബർ നടക്കുമ്പോൾ ഹസ്ബൻഡ്സിനകത്ത് കയറാം. അപ്പോൾ ഈ കുട്ടിയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ ആദ്യത്തെ ലേബറാണ്. അപ്പോൾ ലോങ് ലേബർ ആയിരിക്കും, നല്ല സമയമെടുക്കും. അപ്പോൾ നമ്മൾ ലേബറിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി. അപ്പം കുട്ടിയുടെ ഹെഡൊക്കെ നമുക്ക് കാണാം, കുട്ടി വരാറായി. പെയിനിൻ്റെ അങ്ങ് ഹയ്യസ്റ്റിലാണ്. കുട്ടിക്ക് നല്ല പെയിൻ കാരണം ബുദ്ധിമുട്ടാണ്. കുഞ്ഞ് വരാനായിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എൻകറേജ് ചെയ്യുക, ഒന്ന് പുഷ് ചെയ്യൂ, ഒന്നുകൂടെ പുഷ് ചെയ്താൽ മതി, കുട്ടി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ലേബറിൽ ചില സമയത്ത് റെയറായിട്ട് കുഞ്ഞിന് വരാൻ സ്ഥലം കുറവാണെന്ന് തോന്നുമ്പോൾ നമ്മൾ യോനി മുഖത്തൊരു കട്ട് കൊടുക്കും. നമ്മളതിനെ എപ്പിസിയോട്ടമി എന്നാണ് വിളിക്കുക. അപ്പം എപ്പിസിയോട്ടമി കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ അവരോട് കൺസെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ മുറിച്ചു. അപ്പോൾ മുറിക്കുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? ബ്ലഡ് വരും, ഒത്തിരി ബ്ലഡ് വരും. അതിൻ്റെ കൂടെ ആ കുട്ടി പെയിൻ കാരണം ഭയങ്കരമായിട്ട് പെയിൻ അല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളിപ്പം ഹെൽത്ത് കെയറിലുള്ളതുകൊണ്ട് നമ്മളത് സ്ഥിരം കാണുന്നൊരു കാര്യമാകുമ്പോൾ നമുക്കതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ കുട്ടിയുടെ പെയിനും ഈ ബ്ലഡും എല്ലാം കൂടെ കണ്ടിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തലകറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഴാൻ പോയി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെയിനിൽ ഇങ്ങനെ പെയിൻ കൊണ്ട് പൊളഞ്ഞ് എങ്ങനെയെങ്കിലും ഭയങ്കര ടയേർഡായി വളരെ കഷ്ടപ്പെട്ട് ലേബറിൽ ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടി ഓൾ ഓഫ് എ സഡൻ ഇൻ എ മൊമെൻറ്റ് ആ പെയിനെല്ലാം എവിടെയോ പോയി. എന്നിട്ട് പുള്ളിക്കാർ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മളോട് പുള്ളി ഓക്കെ ആണോ നോക്കുമോ, പുള്ളിക്ക് എന്തെങ്കിലും പുള്ളി ഓക്കെ ആണോ, അങ്ങനെ ആ ഒരു സെക്കൻഡിൽ ഷീ ചേഞ്ച്ഡ്. അപ്പം ഐ വാസ് അമേസ്ഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ ഒരു ഫെമിനിൻ ലവ് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇറ്റ് വാസ് എ വെരി ടച്ചിങ് മൂമെൻറ്റ്. എന്നിട്ട് പിന്നെ പുള്ളിയെ പോയി പിടിച്ചു, പുള്ളിക്ക് വെള്ളമൊക്കെ കൊടുത്തു, പുള്ളി ഓക്കെ ആയി. വി വെൻറ്റ് അഹെഡ് വിത്ത് ദ ലേബർ, നോർമൽ ലേബർ ആവുകയും ചെയ്തു. ഇറ്റ് വാസ് എ വെരി ടച്ചിങ് മൂമെൻറ്റ് ആൻഡ് ഇറ്റ് സ്റ്റേഡ് വിത്ത് മീ. അപ്പോൾ ഹ്യൂമൻ വിൽ പവർ എൻ്റെ ഒരു വിഷ്വൽ ഡെപ്പിക്ഷൻ പോലെയായിരുന്നു അത്.